ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ്? പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് അതായത് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഗിവ് മണി ടു എ കമ്പനി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് ഓഫ് ഷെയർസ്. ഷെയറിന് പകരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും, നോട്ട് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് മാർക്കറ്റ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തതായിരിക്കും ഇത്തരം കേസിൽ വരുന്ന ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി പ്രൊവൈഡ് ഫണ്ടിങ് ടു ബിസിനസ് ദാറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് നടക്കുന്നത് ഷെയറിന് പകരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ മണി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, അവരുടെ ഫണ്ട് കൊടുക്കുന്നു. പക്ഷേ ഇത്തരം കേസിൽ വരുന്ന ഷെയർ എന്ന് പറയുന്നത് നോട്ട് ലിസ്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ്. പ്രൈവറ്റ് ഇക്വിറ്റി ഡീൽസ് ഇൻവോൾവ് ഇൻവെസ്റ്റിംഗ് പ്രൈവറ്റ് കമ്പനീസ് ദാറ്റ് ആർ നോട്ട് പബ്ലിക്കലി ട്രേഡഡ്. ഓക്കെ, പബ്ലിക്കലി ട്രേഡഡ് അല്ലാത്ത നോട്ട് ലിസ്റ്റഡ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇൻവെസ്റ്റേഴ്സ് മേ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൈവറ്റ് ഇക്വിറ്റി ത്രൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മാനേജ്ഡ് ബൈ പ്രൊഫഷണൽ. ഓക്കെ, ഒരു പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി പി ഫണ്ട് മേ ടേക്കൺ ആൻ ആക്റ്റീവ് റോൾ ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ കമ്പനീസ്. ഓക്കെ, പോർട്ട്ഫോളിയോ കമ്പനീസിൽ ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിന് എന്ത് ചെയ്യാം, ഒരു ആക്റ്റീവ് റോള് ഉണ്ടാകാം, അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മേ ഇൻവോൾവ് ഹയർ ലെവൽ ഓഫ് റിസ്ക് എന്തായിരിക്കാം, കൂടുതലായിരിക്കാം എന്നുള്ളതാണ്. അതേപോലെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് മേ ബെനിഫിറ്റ് ഫ്രം പൊട്ടൻഷ്യൽ ഹൈ റിട്ടേൺ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ്ങിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമതാണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറഞ്ഞാൽ ബൈങ് ഔട്ട് എ കമ്പനി എൻറ്റയർലി വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് ഇംപ്രൂവിങ് ഇറ്റ്സ് വാല്യൂ. ഒരു കമ്പനി മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വാങ്ങിക്കുന്നു. ആൻഡ് റീസെല്ലിങ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ്, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഫിറ്റിന് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള ഒരു കമ്പനിയെ വാങ്ങിച്ചുകൊണ്ട് അതിനെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതിനെ റീസെല്ല് ചെയ്യുന്ന സിസ്റ്റമാണ് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നത് എന്താണ്, ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് ആണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രബിൾഡ് കമ്പനീസ് ദാറ്റ് ഹാവ് അണ്ടർ പെർഫോമിംഗ് അസറ്റ് ഓർ ബിസിനസ് യൂണിറ്റ്. ഒരു അണ്ടർ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് ഉള്ള എന്താണ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സിസ്റ്റമാണ് എന്ത്, ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സ് ടിപ്പിക്കലി ബൈ ദി കമ്പനീസ് ഡെപ്റ്റ് അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് കമ്പനിയുടെ ഡെപ്റ്റിനെ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുകയാണ്. ആഫ്റ്റർ ദി മേക്കിംഗ് ചേഞ്ചസ് ദി പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വിൽ സെൽ ദി ബിസിനസ് ഫോർ എ പ്രോഫിറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം പ്രോഫിറ്റിന് വിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ട്രബിൾഡ് കമ്പനീസിനെ അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് ബിസിനസ് യൂണിറ്റിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ പൈസക്ക് വാങ്ങിച്ചുകൊണ്ട് പ്രോഫിറ്റ് വിൽക്കുന്ന സിസ്റ്റമാണ് ഡിസ്ട്രസ്ഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് എന്ന് പറയുന്നത്. അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ഇക്വിറ്റി ദാറ്റ് predominantly focused on early stage investment with the excellent growth potential. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, വിത്ത് ദി എക്സലൻറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അതായത് ഒരു എക്സലൻറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഏർലി സ്റ്റേജിൽ ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റമാണ്, ഒരു ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ടൈപ്പായിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിൽ നടക്കുന്നത്.
ഇനി അടുത്ത ഗ്രോത്ത് ക്യാപിറ്റലാണ്. ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫോക്കസ്ഡ് ഓൺ സ്റ്റേബിൾ ഓർഗനൈസേഷൻ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് നല്ല നിലനിൽപ്പുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ആർ അണ്ടർഗോയിങ് എ പീരീഡ് ഓഫ് എക്സ്പാൻഷൻ, വെദർ ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ന്യൂ പ്രൊഡക്റ്റ് ഓർ എക്സ്പാൻഡിങ് ഇൻ ടു ന്യൂ മാർക്കറ്റ്. ആ ഒരു ഫേം പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആ മാർക്കറ്റ് എന്ത് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അത്തരം കേസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ കാണുന്നത് അല്ലെങ്കിൽ ഫണ്ടിങ് കാണുന്നത്, ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് refers to investment in later stage companies that have already achieved some success. ഓക്കെ, നിലവിൽ സക്സസ് ഉണ്ടായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, ആ ഒരു സ്ഥാപനം തന്നെ അതിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് മെസാനിൻ ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ എന്താണ് ചെയ്യുന്നത്? ഇൻ ദിസ് കേസ് ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ഡെപ്റ്റ് ഫിനാൻസിങ് ടു കമ്പനീസ് ദാറ്റ് ആർ ടു റിസ്കി ഫോർ ട്രഡീഷണൽ ബാങ്ക്. ഓക്കെ, അതായത് ട്രഡീഷണൽ ബാങ്കിനൊക്കെ എന്താണ് ടു റിസ്കി ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു ഫിനാൻസ് സിസ്റ്റത്തിൽ നടക്കുന്നത്. അതായത് എന്താണ് സെക്യൂർഡ് ബൈ കമ്പനീസ് അസറ്റാണ്, കമ്പനിയുടെ അസറ്റുമായിട്ട് സെക്യൂർഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത്, ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓഫൺ ഹാസ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദെൻ ട്രഡീഷണൽ ഡെപ്റ്റ്. ഇതെന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ഡെപ്റ്റിനേക്കാളും ഹയർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത വരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് അസറ്റ്. ഇവിടെ എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് എന്താണ് അസറ്റുകളിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഹോട്ടൽ, അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ടിപ്പിക്കലി ബൈ ദീസ് അസറ്റ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, ഡെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ കോമ്പിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് അത് രണ്ടും ഉൾപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസറ്റുകൾ എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്താണ് ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സിസ്റ്റമാണ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രൈവറ്റ് ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമതാണ് പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺ. നോർമലി ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. ഇനി രണ്ടാമത്തത് ആക്സസ് ടു പ്രൈവറ്റ് കമ്പനീസ്. അതായത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഏതിലാണ്? പ്രൈവറ്റ് കമ്പനീസാണ്. പ്രൈവറ്റ് കമ്പനീസിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണെന്ത്? ആക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. PE firm typically can take active role in managing the companies. കമ്പനികളെ മാനേജ് ചെയ്യുന്നതിൽ ആക്റ്റീവ് റോള് എന്തിനുണ്ടാവും? പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനീസിന്, പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് വരുന്നത് ടാക്സ് ബെനിഫിറ്റ് ആണ്. ചില കേസിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഓഫർ ടാക്സ് ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ഓഫർ ചെയ്യാൻ സാധിക്കും? ടാക്സ് ബെനിഫിറ്റുകൾ ഓഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇല്ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇല്ലിക്വിഡാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് ഇല്ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഹൈ ഫീ ആണ്. PE ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്പിക്കലി ഹാവ് ഹൈ ഫീസ്, നല്ല ഫീസ് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റിസ്ക് എന്ന് പറയുന്നത്. PE ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ടിപ്പിക്കലി റിസ്കിയർ ദൻ അതർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ആണ് എന്നുള്ളതാണ്. ഇനി ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആണ്. അതായത് ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പനീസ് ദാറ്റ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ഇൻ. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിവരങ്ങൾ ലഭിക്കാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അതെന്തല്ല? ട്രാൻസ്പെറൻ്റ് അല്ല, വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. പ്രൈവറ്റ് ഇക്വിറ്റിയും വെഞ്ചർ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ മെച്വർ കമ്പനീസ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എവിടെയാണ്? മെച്വർ കമ്പനികളിലാണ്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഏർലി സ്റ്റേജ് കമ്പനീസിലാണ്. ഓക്കെ, അതായത് പുതിയ സംരംഭങ്ങളിലേക്കാണ് വെഞ്ചർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി പ്രൈവറ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ലാർജർ.
ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, വലിയ രൂപത്തിലാണ് പ്രൈവറ്റ് ഇക്വിറ്റിയിൽ വരുന്നത്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്മോളർ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, അതായത് ആസ് കമ്പയർഡ് ടു പ്രൈവറ്റ് ഇക്വിറ്റി. ഇനി റിസ്ക് ഈസ് ലോ ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി ആസ് കമ്പയർഡ് ടു വെഞ്ചർ ക്യാപിറ്റൽ, എന്നാൽ റിസ്ക് ഈസ് ഹൈ ഇൻ ദി കേസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. ഇനി ദർ ഈസ് പൊട്ടൻഷ്യൽ ഫോർ ലോവർ റിട്ടേൺ. പ്രൈവറ്റ് ഇക്വിറ്റിയെ വെഞ്ചർ ക്യാപിറ്റലിൽ കമ്പയർ ചെയ്ത് കൊണ്ട് പറയുമ്പോൾ റിട്ടേൺ എന്തായിരിക്കും, കുറവായിരിക്കും. എന്നാൽ ഇവിടെ വെഞ്ചർ ക്യാപിറ്റൽ എന്തായിരിക്കും, ഹൈ റിട്ടേൺ ആയിരിക്കും ആസ് കമ്പയർഡ് ടു പ്രൈവറ്റ് ഇക്വിറ്റി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ലിക്വിഡ് ആണ് ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി, എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മോർ ലിക്വിഡ് ആണ് ഇൻ ദി കേസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്നതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.